Hello everyone, welcome back. Now I am discussing the topic application state. So before we discussing the application state, let's see the application concepts. So an ASP.NET application is a collection of pages, code and other files within a single directory on a web server. So ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ASP.NETൽ ഒരു കൂട്ടം collection of pages, code and other files. So ഒരു സിംഗിൾ ഡയറക്ടറിക്കകത്ത് ഉൾക്കൊള്ളാവുന്ന പേജസിൻ്റെയും കോഡിൻ്റെയും ബാക്കിയുള്ള റിലേറ്റഡ് ഫയൽസിൻ്റെയും ഒക്കെ ഒരു കൂട്ടമാണ് ഈ ASP.NET ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so in most cases ASP.NET application corresponds to a single Visual Studio web project. So most ASP.NET application case consider ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ASP.NET applications എന്ന് പറയുന്നത് ഒരു സിംഗിൾ വിഷ്വൽ സ്റ്റുഡിയോ വെബ് പ്രോജക്റ്റുമായിട്ട് അതിന് കറസ്പോണ്ടൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ആൻ ആപ്ലിക്കേഷൻ ബിഗിൻസ് വിത്ത് ദ ഫസ്റ്റ് യൂസർ റിക്വസ്റ്റ് എ പേജ്. സോ ആദ്യമായിട്ട് ഒരു യൂസർ ഒരു ആപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് ഒരു പേജിനെ റിക്വസ്റ്റ് ചെയ്യുന്നിടം തൊട്ടാണ് ഒരു ആപ്ലിക്കേഷൻ ബിഗിൻ ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ യൂസർ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തോട്ട് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ അകത്തോട്ട് എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ആപ്ലിക്കേഷൻ ബിഗിൻ ചെയ്യുന്നു. അതിനുശേഷം ASP.NET ഇനിഷ്യലൈസസ് ദ ആപ്ലിക്കേഷൻ ബിഫോർ ഇറ്റ് പ്രോസസ്സസ് ദ റിക്വസ്റ്റ് ഫോർ ദ പേജ്. ആ പേജിന് റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് ബിഗിൻ ചെയ്യുന്നതിന് മുന്നേ ASP.NET ഈ ആപ്ലിക്കേഷനെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. ക്ലിയർ? സോ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂസർ ഒരു റിക്വസ്റ്റ് ആപ്ലിക്കേഷൻ പേജിലേക്ക് കൊടുക്കുമ്പോഴാണ്. ഓക്കെ, അതിനുശേഷം ASP.NET ഈ ആപ്ലിക്കേഷനെ ഇനിഷ്യലൈസ് ചെയ്യും. അതിനുശേഷം മാത്രമേ ഈ പേജിൻ്റെ റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്യത്തുള്ളൂ. As a part of its initialization, ASP.NET creates an application object from the HTTP application class. So, ഈ ഇനീഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഒബ്ജക്റ്റിനെ ASP.NET ക്രിയേറ്റ് ചെയ്യും. എവിടെ നിന്ന്? HTTP ആപ്ലിക്കേഷൻ ക്ലാസ്സിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും. So, this object exists for the duration of the application. സോ ഈ ആപ്ലിക്കേഷൻ്റെ ഡ്യൂറേഷൻ അത്രയും സമയം ഈ ഒബ്ജക്റ്റ് എക്സിസ്റ്റ് ചെയ്യും. അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ എവിടെ വരെ എക്സിസ്റ്റ് ആവുന്നു അത്രയും സമയമാണ്. സോ യു ക്യാൻ യൂസ് ദ global.sax ഫയൽ ടു വർക്ക് വിത്ത് ദ ആപ്ലിക്കേഷൻ ഒബ്ജക്റ്റ്. സോ ഈ ആപ്ലിക്കേഷൻ ഒബ്ജക്റ്റുമായിട്ട് ഡീൽ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഫയലാണ് ഈ global.sax ഫയൽ. So once the application has started, it doesn't normally end until the web server is shut down. So ഒരിക്കലും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ തീരുന്നത് വരെയാണ് എന്തെന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ ലൈഫ് സ്പാൻ നമ്മൾ പറഞ്ഞു. സോ ആപ്ലിക്കേഷൻ തീരുന്നത് എപ്പോഴാണ്? ഈ വെബ് സെർവർ എപ്പോൾ ഷട്ട് ഡൗൺ ആവുന്നു അപ്പോൾ മാത്രമേ ആപ്ലിക്കേഷൻ എൻഡ് ആവത്തുള്ളൂ. ഓക്കെ, സോ ഇഫ് യു റീബിൽഡ് ദ ആപ്ലിക്കേഷൻ ഓർ എഡിറ്റ് ദ വെബ് കോൺഫിഗറേഷൻ ഫയൽ, however, the application will be restarted the next time a user requests a page that's part of the application. അപ്പോൾ നമുക്കിപ്പം എന്താണ് ഈ ആപ്ലിക്കേഷന് നമുക്ക് റീബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ വെബ് കോൺഫിഗറേഷൻ ഫയലിനെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഈ ആപ്ലിക്കേഷന് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ടൈം യൂസർ ഈ പേജിനെ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ റെസ്പോൺസിനെ കൊണ്ടുവന്ന് നമുക്ക് കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് ആപ്ലിക്കേഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് എന്താണ് ആപ്ലിക്കേഷൻ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇൻ ആപ്ലിക്കേഷൻ സ്റ്റേറ്റ് കോൺസെപ്റ്റ്, if you store items in application state, those items are available to all user of the application. സോ ഒരു ആപ്ലിക്കേഷൻ സ്റ്റേറ്റിൽ നമ്മൾ ഐറ്റംസിനെ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനിൽ വരുന്ന എല്ലാ യൂസേഴ്സിനും ഈ ഐറ്റം അവൈലബിൾ ആയിരിക്കും. So to provide for the use of application state, ASP.NET creates an application state object for each application from the HTTP application state class. So ഈ യൂസറിന് ഈ ആപ്ലിക്കേഷൻ സ്റ്റേറ്റിൻ്റെ യൂസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ASP.NET ഒരു ആപ്ലിക്കേഷൻ സ്റ്റേറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും ഓരോ ആപ്ലിക്കേഷനും. ഓക്കെ, എവിടെ നിന്നും? HTTP ആപ്ലിക്കേഷൻ സ്റ്റേറ്റ് ക്ലാസ്സിൽ നിന്നും ഓരോ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റേറ്റ് ഒബ്ജക്റ്റിനെ ASP.NET ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിനെ സെർവർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും.
So application state is typically used to store the data that changes infrequently, but it can also be used to store the data that changes as an application execute. So frequently എന്താണ് ചേഞ്ച് ചെയ്യപ്പെടുന്ന ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഡേറ്റയിൽ വരുന്ന ചേഞ്ചസിനെ സ്റ്റോർ ചെയ്യാനുമാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന ഡേറ്റയെ സ്റ്റോർ ചെയ്യാനും ആപ്ലിക്കേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഡേറ്റയിൽ വരുന്ന മാറ്റത്തെ സ്റ്റോർ ചെയ്യാനും ആണ് ആപ്ലിക്കേഷൻ സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത്. So here is a form of counter application. നേരെ നമ്മൾ പ്രീവിയസ് എക്സാമ്പിൾ കണ്ടതുപോലെ തന്നെ പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരു സിംഗിൾ യൂസർ അറ്റ് എ ടൈം ആ ബട്ടണിൽ പോസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ എത്ര വട്ടം ക്ലിക്ക് ചെയ്യും എന്നുള്ളതിൻ്റെ കൗണ്ട് നമുക്ക് തരും. അതുപോലെ ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് എത്ര യൂസേഴ്സ് ആക്സസ് ചെയ്തിട്ടുണ്ടോ, ഈ പോസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ ആ ഡീറ്റെയിൽസ് തരും. ഓക്കെ, സോ ദിസ് ഇസ് ദ ആപ്ലിക്കേഷൻ കോൺസെപ്റ്റ്സ്. ആൻഡ് ആപ്ലിക്കേഷൻ കോൺസെപ്റ്റിൻ്റെ എക്സാമ്പിളാണിത്. നമ്മൾ സെഷനിലാണെങ്കിൽ ആ സെഷനിൽ യൂസർ ആ ബട്ടണിൽ എത്ര വട്ടം ക്ലിക്ക് ചെയ്തുള്ള കൗണ്ട് ആയിരുന്നു നമുക്ക് ആ പ്രീവിയസ് എക്സാമ്പിൾ നമ്മൾ കണ്ടത്. അതാണ് യു ഹാവ് ക്ലിക്ക് ദ ബട്ടൺ 2 times. സോ ആ ആപ്ലിക്കേഷനിൽ എത്ര യൂസേഴ്സ് ഇതിൽ പോസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ അതെല്ലാം റിട്രീവ് ചെയ്ത് തരുന്നതാണ് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെയാണ് ആപ്ലിക്കേഷൻ കോൺസെപ്റ്റ്സ് നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത്. Next is how to work with application state data. You can use the application state object to store items that are common to all users of the application. So application state objectൽ നമുക്ക് ഒരു ആപ്ലിക്കേഷനിൽ എല്ലാ യൂസേഴ്സിനും കോമൺ ആയിട്ട് വരുന്ന ഡേറ്റ ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ടാണ് ആപ്ലിക്കേഷൻ സ്റ്റേറ്റ് ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ആപ്ലിക്കേഷൻ സ്റ്റേറ്റ് ഒബ്ജക്റ്റിന്റെ പർപ്പസ് ഇത്രയേ ഉള്ളൂ, ആ ആപ്ലിക്കേഷനിൽ ഡേറ്റ ആയിട്ട് സ്റ്റോർ ചെയ്യുക, എല്ലാ യൂസേഴ്സിനും കോമൺ ആയിട്ടുള്ള ഡേറ്റ ആയിട്ട്. To access the application state object from the code behind file for an ASP.NET web form, use the application property of the page. സോ ഈ ആപ്ലിക്കേഷൻ സ്റ്റേറ്റ് ഒബ്ജക്റ്റിന് കോഡ് ബിഹൈൻഡ് ഫയലിൽ നിന്നും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ പ്രോപ്പർട്ടി ഓഫ് പേജ് യൂസ് ചെയ്താൽ മതി. അതായത് ആ പേജിൻ്റെ ആപ്ലിക്കേഷൻ പ്രോപ്പർട്ടിയെ യൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ ഈ രണ്ടാമതായിട്ട് ആപ്ലിക്കേഷൻ സ്റ്റേറ്റ് ഒബ്ജക്റ്റിന് ഈ കോഡ് ബിഹൈൻഡ് ഫയലിൽ നിന്നല്ലാത്ത ക്ലാസ്സിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്താൽ മതിയാവും, HTTP കോണ്ടെക്സ്റ്റ് ക്ലാസിൻ്റെ കറണ്ട് പ്രോപ്പർട്ടി. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്, ടു ഗെറ്റ് ദ HTTP കോണ്ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ഓഫ് ദ കറണ്ട് റിക്വസ്റ്റ്. ആ കറണ്ട് റിക്വസ്റ്റിൻ്റെ എന്താണ് HTTP കോണ്ടെക്സ്റ്റ് ഒബ്ജക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് HTTP കോണ്ടെക്സ്റ്റ് ക്ലാസിൻ്റെ കറണ്ട് പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ മതിയാവും. ഓക്കെ, ദെൻ യൂസ് ദ ആപ്ലിക്കേഷൻ പ്രോപ്പർട്ടി ഓഫ് ദിസ് ഒബ്ജക്റ്റ് ടു ഗെറ്റ് ദ ആപ്ലിക്കേഷൻ സ്റ്റേറ്റ് ഒബ്ജക്റ്റ്. അതിനുശേഷം ആപ്ലിക്കേഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പം കോഡ് ബിഹൈൻഡ് ഫയൽ അല്ലാത്ത ക്ലാസ്സിൽ നിന്നും ആപ്ലിക്കേഷൻ സ്റ്റേറ്റ് ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണ്, HTTP കോണ്ടെക്സ്റ്റ് കറണ്ട് റിക്വസ്റ്റിൽ നിന്നും HTTP കോണ്ടെക്സ്റ്റ് ഒബ്ജക്റ്റിനെ റിട്രീവ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് HTTP കോണ്ടെക്സ്റ്റ് ക്ലാസ്സിൻ്റെ കറണ്ട് പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ മതിയാവും. അതിനുശേഷം ആപ്ലിക്കേഷൻ പ്രോപ്പർട്ടി നമുക്ക് ആക്സസ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സ്റ്റേറ്റിൻ്റെ ഒബ്ജക്റ്റിനെ റിട്രീവ് ചെയ്യാൻ വേണ്ടി. Okay, so before you retrieve the value of an application state item that you intend to modify, you should lock the application state object so the other users can't modify the application state data at the same time. So നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റേറ്റിൻ്റെ വാല്യൂ നമ്മൾ റിട്രീവ് ചെയ്യുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ട്, എന്തെങ്കിലും മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് ആ വാല്യൂവിനെ റിട്രീവ് ചെയ്യുന്ന സമയത്ത് അത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ആപ്ലിക്കേഷൻ സ്റ്റേറ്റിനെ ലോക്ക് ചെയ്തിരിക്കണം. സോ മറ്റുള്ള യൂസേഴ്സിന് ആ സമയം ആപ്ലിക്കേഷൻ സ്റ്റേറ്റിനെ മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ചെയ്യുന്ന സമയത്ത്. സോ നമ്മൾ എപ്പോൾ ഈ മോഡിഫിക്കേഷൻ ഫിനിഷ് ചെയ്യുന്നു അപ്പം തന്നെ ഈ ആപ്ലിക്കേഷൻ സ്റ്റേറ്റിൻ്റെ ഒബ്ജക്റ്റിന് റിലീസ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ അടുത്ത യൂസേഴ്സിന് ഇതിനെ ആക്സസ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും പറ്റത്തുള്ളൂ. സോ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആക്സസ് കൊടുക്കാതിരിക്കുക, ലോക്ക് ചെയ്യുക. നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ആ ലോക്ക് റിലീസ് ആവുക. So this is the common properties and methods of the HTTP application state class. So first one is item name.
സോ നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റേറ്റിൽ സ്പെസിഫൈ ചെയ്യുന്ന ഐറ്റത്തിൻ്റെ പേര്, കൗണ്ട് എത്ര വട്ടം ആ ഐറ്റം അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ആ ആപ്ലിക്കേഷൻ സ്റ്റേറ്റ് കളക്ഷനിലെ ഐറ്റത്തിൻ്റെ നമ്പർ. ഇനി ഫങ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ആഡ്, ക്ലിയർ, റിമൂവ്, ലോക്ക്, അൺലോക്ക്. ആഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ സ്റ്റേറ്റിലോട്ട് ആഡ് ചെയ്യേണ്ട ഐറ്റത്തിൻ്റെ പേരും അതിൻ്റെ വാല്യൂ. സോ ആപ്ലിക്കേഷൻ സ്റ്റേറ്റ് കളക്ഷനിലെ വാല്യൂസിനെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് ക്ലിയർ. ഒരു പർട്ടിക്കുലർ നെയിം ഉള്ള വാല്യൂനെ റിമൂവ് ചെയ്യാൻ റിമൂവ് ഓഫ് നെയിം. ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കറണ്ട് യൂസർ ആക്സസ് ചെയ്യുന്ന സമയത്ത് മറ്റാരും ആ സ്റ്റേറ്റ് ആക്സസ് ചെയ്യാതിരിക്കാൻ ലോക്ക് ചെയ്യുന്നു. സോ ലോക്ക് ഫംഗ്ഷൻ ഉപയോഗിച്ച്. സോ നമ്മുടെ ഇത് അപ്ഡേഷൻ ഫിനിഷ് ആയി കഴിയുമ്പോൾ അതിനെ അൺലോക്കും ചെയ്യും. സോ ദാറ്റ് ഈസ് ദ മെത്തേഡ്സ്. So here is the example statements. First one is the statement that retrieves an item from the application state. So ഒരു ഐറ്റത്തെ റിട്രീവ് ചെയ്യാനായിട്ട് ക്ലിക്ക് കൗണ്ട് എന്ന് പറഞ്ഞ ഐറ്റം. So next is the statement that add an item to the application state. ഒരു ഐറ്റത്തെ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം പോസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കൗണ്ട് ആഡ് ആവണം. ഇനി statement that retrieves the application state from a non-page class. ഓക്കെ, ഒരു നോൺ പേജ് ക്ലാസ്സിൽ നിന്നും ആപ്ലിക്കേഷൻ സ്റ്റേറ്റിൻ്റെ വാല്യൂസിനെ റിട്രീവ് ചെയ്യുന്നു. സോ അപ്പോൾ അവിടെ ഇൻറ്റീജറായിട്ട് കൊടുക്കുന്നു. പിന്നെ അതിനുശേഷം എന്താണ് ക്ലിക്ക് കൗണ്ട്, കറണ്ട് HTTP കോണ്ടെക്സ്റ്റ് കറണ്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഫ്രെയിമിൽ നമ്മൾ ആ ക്ലിക്ക് കൗണ്ട് കൊടുക്കുന്നു. ഇനി നെക്സ്റ്റ് ഇസ് ദ കോഡ് ദാറ്റ് ലോക്ക് ആപ്ലിക്കേഷൻ സ്റ്റേറ്റ് വൈൽ റിട്രീവിങ് ആൻഡ് അപ്ഡേറ്റിംഗ് ആൻ ഐറ്റം. യൂസർ ഒരു ഐറ്റത്തെ അപ്ഡേറ്റ് ചെയ്യുകയും റിട്രീവ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ആർക്കും അത് ആക്സസ് ചെയ്യാതിരിക്കാൻ ലോക്ക് ചെയ്യും. സോ ആപ്ലിക്കേഷൻ ഡോട്ട് ലോക്ക്. ഇത് കൗണ്ടർ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ക്ലിക്ക് കൗണ്ടറിൽ ക്ലിക്ക് ചെയ്യുമ്പം ഒന്ന് ഇൻക്രിമെൻ്റ് ആവണം. പക്ഷേ എന്ത് ചെയ്യണം, നമ്മൾ ആ കൗണ്ടർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അൺലോക്ക് ചെയ്യാൻ പാടുള്ളൂ. സോ ദിസ് ഇസ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഹൗ ടു വർക്ക് വിത്ത് ആപ്ലിക്കേഷൻ ഇവൻറ്റ്സ്. ടു ക്രിയേറ്റ് എ ഗ്ലോബൽ അസെറ്റ്സ് ഫയൽ, select the website menu, then add a new item command, then choose the global application class template. So ഒരു ആപ്ലിക്കേഷൻ ഇവൻറ്റുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഗ്ലോബൽ അസെറ്റ്സ് ഫയലിനെ ക്രിയേറ്റ് ചെയ്യാൻ വെബ്സൈറ്റ് മെനുവിൽ നിന്ന് ആഡ് ന്യൂ ഐറ്റം കമാൻഡ് സെലക്ട് ചെയ്തിട്ട് ഗ്ലോബൽ ആപ്ലിക്കേഷൻ ക്ലാസ് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് ദ ഗ്ലോബൽ അസെറ്റ്സ് ഫയൽ പ്രൊവൈഡ്സ് ഇവൻറ്റ് ഹാൻഡ്ലേഴ്സ് ഫോർ ആപ്ലിക്കേഷൻ ഇവൻറ്റ്. സോ ഒരു ആപ്ലിക്കേഷൻ ഇവന് വേണ്ടിയിട്ടുള്ള ഇവൻറ്റ് ഹാൻഡേഴ്സിനെ പ്രൊവൈഡ് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും, ഗ്ലോബൽ അസെറ്റ്സ് ഫയലിനെ കൊണ്ട് പറ്റും. സോ അവരെ ക്രിയേറ്റ് ചെയ്യുന്ന വഴിയാണ് നമ്മൾ മുന്നേ പറഞ്ഞത്. ഇവൻറ്റ് ഹാൻഡ്ലേഴ്സ് ആർ കോഡഡ് വിത്ത് എ സ്ക്രിപ്റ്റ് എലമെൻറ്റ് ദാറ്റ് ഡിഫൈൻസ് എ കോഡ് ഡിക്ലറേഷൻ ബ്ലോക്ക്. സോ ഇവൻറ്റ് ഹാൻഡ്ലേഴ്സിനെ കോഡ് ചെയ്യുമ്പോൾ സ്കെൽട്ടൺ സ്ട്രക്ചർ നമുക്ക് കോഡ് ഡിക്ലറേഷൻ ബ്ലോക്ക് നമുക്ക് ഉണ്ടായിരിക്കും. അതിലേക്ക് നമ്മുടെ സ്ക്രിപ്റ്റ് എലമെൻറ്റ്സ് കൊടുത്താൽ മതിയാവും. To refer to the application state object from the global assets file, you use the application property of the application. നമ്മൾ എടുക്കുന്ന ആപ്ലിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ സ്റ്റേറ്റിൻ്റെ ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നിന്ന് ഗ്ലോബൽ അസെറ്റ്സ് ഫയലിൽ നിന്നും ആപ്ലിക്കേഷൻ സ്റ്റേറ്റ് ഒബ്ജക്റ്റിനെ നമുക്ക് റെഫർ ചെയ്യാൻ സാധിക്കും. എന്തുപയോഗിച്ച്, ആപ്ലിക്കേഷൻ പ്രോപ്പർട്ടി ഉപയോഗിച്ച്. ഓക്കെ, this is the 4 common application events. First one is application start, application end, session start, session end. So ഒരു ഫസ്റ്റ് പേജിന്, ഒരു ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് പേജിന് യൂസർ റിക്വസ്റ്റ് ചെയ്ത സമയത്ത് എറേസ് ആവുന്ന ഇവൻ്റാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട്. ഇനി എപ്പോൾ ആ സിസ്റ്റം സെർവർ ഷട്ട് ഡൗൺ ആവുന്നോ അപ്പോൾ മാത്രമേ ആപ്ലിക്കേഷൻ ടെർമിനേറ്റ് ആവുള്ളൂ. സോ ദാറ്റ് ഇസ് ആപ്ലിക്കേഷൻ എൻഡ്. സെഷൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും യൂസർ ഒരു പുതിയ സെഷൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ആ സെഷൻ ഇനിഷ്യലൈസ് ചെയ്യും, സ്റ്റേറ്റ് ഐറ്റംസും അതിൻ്റെ ഓതറൈസേഷനും ഒക്കെ. സോ ദാറ്റ് ഇസ് എ സെഷൻ സ്റ്റാർട്ട്. സെഷൻ എൻഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ആ സെഷൻ ടെർമിനേറ്റ് ആവുന്ന സിറ്റുവേഷൻ ആയിരിക്കും. So these are the 4 common application events: application start, application end, session start and session end. Here is the global assets file that creates an object in the application state. For application state il object creation de assets file aanu koduttirikkunnu. So nammal ivide count set cheyyuna oru object neyaanu ee example il paranjirikkunnu. Assignment question: explain the application concepts and application state concepts. How to work with application state data. How the application events are handled. Thank you.
Hello everyone, welcome back. Now I am discussing the topic application state.